ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് അമ്മയുടെ സ്പെഷ്യൽ ചക്കപ്പായസം. ഗൈസ്, അപ്പം നമ്മൾ ചക്കപ്പായസം ഉണ്ടാക്കാൻ നേരത്ത് നമ്മുടെ ആദ്യ കുട്ടി വന്നിരിക്കുകയാണല്ലേ കുടിക്കാൻ. എങ്ങനെയുണ്ട്? മഴ 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 മഴ. ചക്കപ്പായസം കുടിക്കാൻ എക്സൈറ്റ്മെന്റ് ഉണ്ടോ? യെസ്, ഞാൻ വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കി വെച്ചിരുന്നാണ്. ഓക്കെ, അമ്മയുടെ ചക്കപ്പായസം കുടിക്കാൻ എങ്ങനാ? ഐ ആം വെയിറ്റിംഗ്. ഈ മഴയോ പായസം, നല്ല ചൂട് പായസം. ഞങ്ങള് ഈ മഴയത്ത് ചക്കപ്പായസം കുടിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കാണാം. അമ്മ ഉണ്ടാക്കുന്ന ചക്കപ്പായസം എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന്: 1-ാം പാല്, 2-ാം പാല്, കാഷ്യൂനട്ട്, മുന്തിരി, കപ്പലേണ്ടി, ശർക്കര ഉരുക്കിയത്, തേങ്ങാക്കൊത്ത്, പിന്നെ ചക്ക നമുക്ക് നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഏലക്കായാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമ്മൾ പിന്നെ ചട്ടി വെക്കണം. ചട്ടി വെച്ച് ചട്ടി ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നെയ്യ് ഒഴിച്ച് കഴിഞ്ഞ് നെയ്യും ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചക്ക പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ചക്ക പേസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് നന്നായിട്ടിത് വെള്ളം വറ്റി നരിച്ച് ഡ്രൈ ആവുന്നവർ നന്നായിട്ട് ഇളക്കി നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് അതിനെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയാണ് ഇതിനകത്ത് ഒഴിക്കേണ്ടത്. ശർക്കരപ്പാനി ഒഴിച്ച് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് കഴിഞ്ഞ് തേങ്ങാപ്പാൽ 3-ാം പാലാണ് ഒഴിക്കുന്നത് ഫസ്റ്റ്. നമ്മൾ അത് ഒഴിച്ച് നന്നായിട്ട് ഇളക്കണം. ഇത് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. അമ്മ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചക്ക പായസം മഴയത്തൊക്കെ കുടിക്കാനായിട്ട്. അപ്പം നന്നായിട്ട് പിന്നെ നമ്മൾ 2-ാം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം മിക്സ് ചെയ്ത പോലെ തന്നെ 2-ാം പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി 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 ഈ ചട്ടിയുടെ അടിയിൽ പിടിക്കാൻ നന്നായിട്ട് ഇളക്കി ഇളക്കി നന്നായിട്ട് കൊടുക്കണം. പിന്നെ ഞാനും മിക്സ് ചെയ്യാൻ കയറിയിട്ടുണ്ട്. ഞാൻ അമ്മേനെ സഹായിച്ച് ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട് നന്നായിട്ട്. അതിലേക്ക് വേണ്ട ഏലക്കാപ്പൊടി കുറച്ച് ഷുഗറും കൂടി ഇട്ട് പൊടിച്ചതാണ്. എന്നാലും നമ്മുടെ ഏലയ്ക്ക നന്നായിട്ട് പൊടിയത്തുള്ളൂ. അപ്പോൾ കുറച്ച് ഷുഗറും കൂടി ഇട്ട് പൊടിച്ച് നമ്മൾ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന കാഷ്യൂനട്ട്, മുന്തിരി, അതെല്ലാം കൂടെ നമ്മൾ തേങ്ങാക്കൊത്ത്, പീനട്ട് എല്ലാം കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫൈനലി നമ്മുടെ ചക്ക പായസം റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കി. സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ